ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമേരിക്ക ഇറാനിൽ ഇട്ട ബോംബ് എന്നത് അതൊരു ഡേർട്ടി ബോംബാണ്. ഈ ഒരു ബോംബിൻ്റെ പ്രത്യേകത എന്നത് ഒറ്റയടിക്ക് കൂടുതൽ ആളുകളെയൊന്നും കൊല്ലാനായിട്ട് സാധിക്കില്ല, പക്ഷേ വളരെ പതുക്കെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാനായിട്ട് സാധിക്കുന്നൊരു ബോംബാണ്. അമേരിക്കയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു യുദ്ധവിമാനമാണ് B-2 ബോംബർ. അതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഇതിൻ്റെ വെയിറ്റ് ക്യാരിങ് കപ്പാസിറ്റി, അതായത് വളരെ ഭാരം കൂടിയ ബോംബുകൾ വരെ വർഷിക്കാനുള്ള ഒരു കഴിവ് ഇതിനുണ്ട്. മാത്രമല്ല, ബോംബ് ഇട്ടതിന് ശേഷം ശത്രുരാജ്യത്തിന് ഒരു തെളിവും അവശേഷിക്കാതെ തന്നെ തിരികെ അവരുടെ എയർബേസിലേക്ക് എത്താനും ഈ ഒരു വിമാനത്തിന് സാധിക്കുന്നതാണ്. GBU-57 ബങ്കർ ബസ്റ്റർ ബോംബ് ആണ് അമേരിക്ക ഇറാൻ ക്ഷേപിച്ചത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്നത് ഭൂഗർഭത്തിൽ നിർമ്മിച്ചിട്ടുള്ള വലിയ ബങ്കറുകളെ നശിപ്പിക്കാനുള്ള സവിശേഷത ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഭാരം എന്നത് 13,000 കിലോഗ്രാമാണ്. സാധാരണ ഒരു ബോംബ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്ഫോടനം നടക്കുമല്ലോ, അതിലായിരിക്കും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുക. പക്ഷേ GBU എന്ന ഈ ഒരു ബോംബ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഴുന്ന ഒരു ഭാഗത്ത് 60 മീറ്റർ താഴ്ചയിലേക്ക് വലിയ ഒരു കുഴി ഉണ്ടാവുകയും ആ ഒരു കുഴി തുരന്ന് ഉണ്ടാക്കുന്നതായിരിക്കും. അതിനുശേഷം അവിടെ നിന്നുമായിരിക്കും ഈ വലിയ സ്ഫോടനം ഉണ്ടാവുക. ഇറാനിലെ 3 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ഈ ഒരു ബോംബ് വർഷിച്ചിട്ടുള്ളത്. ഇതിനുള്ള പ്രധാന ലക്ഷ്യമെന്നത് അവിടെ വലിയ രീതിയിലുള്ള ആണവ സമ്പുഷ്ടീകരണമുണ്ട്, അത് നശിപ്പിക്കുക എന്നതാണ്. ഈ വീണ സ്ഥലങ്ങളിലൊന്നും തന്നെ ആളുകൾ താമസമില്ലെങ്കിൽ പോലും അവിടെ വലിയ ആണവ സമ്പുഷ്ടീകരണ മേഖലയുണ്ട്. ഇവിടെ യുറേനിയം നല്ലപോലെയുള്ള ഒരു ഏരിയയാണ്. ഈ ഒരു യുറേനിയത്തിന് മേൽ സ്ഫോടനം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള താപം ഉണ്ടാവുകയും ആ ഒരു താപം കാരണം യുറേനിയം ഉരുകുകയും ചെയ്യുന്നതാണ്. ഈ ഒരു യുറേനിയം ഉരുകിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വളരെയധികം വിഷാംശമുള്ള വാതകങ്ങളാണ് ഉൽപ്പാദിക്കപ്പെടുക. അതുമാത്രമല്ല, അവിടെ വലിയ രീതിയിലുള്ള ആൽഫ പാർട്ടിക്കിൾസ് ഉൽപ്പാദിപ്പിക്കുകയും ഇത് ശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ DNA-യിൽ വളരെ വലിയ മാറ്റങ്ങൾ വരികയും അത് പിന്നീട് ക്യാൻസറിലേക്ക് നയിക്കുകയും ചെയ്യും. പക്ഷേ ഈ ഒരു കാര്യം എന്നത് വളരെ പതുക്കെ സംഭവിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അവിടെ ഉണ്ടായ വിഷവാതകമാണ് ഏറ്റവും പ്രശ്നമെന്നത്. ആ ഒരു വിഷവാതകം വളരെ അപകടത്തിലാണ് ഉള്ളത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ 75 കിലോമീറ്റർ ചുറ്റളവിലേക്ക് വ്യാപിക്കുകയും ആ ഭാഗങ്ങളിലുള്ള ജീവജാലങ്ങൾക്ക് വലിയ രീതിയിലുള്ള അപകടങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെയുള്ള സസ്യങ്ങളെല്ലാം പതുക്കെ ഇല്ലാതാവും. ഇത് മാത്രമല്ല, ജീവജാലങ്ങൾക്കും വളരെ പതുക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ ഈ ബങ്കറുകൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന യുറേനിയം ഇതുപോലുള്ള ആക്രമണം മുൻകൂട്ടി കണ്ട് മാറ്റിയിട്ടുണ്ടെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നതെങ്കിലും ഇത്തരത്തിലുള്ള യുറേനിയം അവിടെ നിന്ന് മാറ്റിക്കാണുന്നത് വളരെ ദുർഘടം പിടിച്ചൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടെന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം ഇറാൻ്റെ ഏറ്റവും സുരക്ഷിതത്വമുള്ള ഒരു ഏരിയ ആയിരുന്നു ഈ സ്ഫോടനം നടന്ന ബങ്കറുകൾ. ഇനി ഇതിലും വലിയ സുരക്ഷിതത്വമുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് വളരെ വലിയ കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത്ര പെട്ടെന്ന് വളരെ വലിയൊരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുക എന്നത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും യുദ്ധം എന്നത് അനന്തരഫലം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് സാധാരണയായിട്ടുള്ള ജനങ്ങൾ മാത്രമാണ്. ഇതിൻ്റെ ഉത്തരവിട്ടവർക്കോ ഭരണാധികാരികൾക്കോ ഒന്നും തന്നെ പോകാനില്ല. അവർ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെയായിരിക്കും എപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ടാവുക. എന്തായാലും യുദ്ധം കൊണ്ട് ഇതുവരെയും ഒന്നും നേടിയിട്ടില്ല. നാശനഷ്ടവും ജീവനഷ്ടവും മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ഇതുപോലുള്ള യുദ്ധങ്ങളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ചെറിയൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്.